பிடியானே அவன் ரட்சப்படுறது ஐயா நீங்க தப்பிச்சுக்கங்க ஓகேக்கா வேகத்துல கருப்பா அவனை பிடிக்க நீங்க சீக்கிரமா இங்க இருந்து போங்க ஐயோ ரட்சப்படும் பிடியானே സോറി സാർ അവൻ രക്ഷപ്പെട്ടു എങ്ങോട്ട് അങ്ങോട്ട് ഉടനെ പിടിക്കാം അതിലെ പോയാൽ മതി என்ன இது சாமி அடிக்காது இவன் இந்த ஊர்ல இருக்க கூடாது ഡോക്ടർ ഒരു എമർജൻസി കേസ് പ്രിസണേഴ്സ് വാർഡിൽ നിന്ന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞു പോലീസുമായിട്ടുള്ള അറ്റാക്കാണ് ഓൾമോസ്റ്റ് റൂയിൻ ബോഡി എവിടെയൊക്കെ ജീവനുണ്ടെന്ന് മാത്രം നോ ഹോപ്പ് ഒരു ചലഞ്ചായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു പൾസ് വളരെ വീക്കാണ് ഡ്രീസ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയോ ഓ നെഗറ്റീവ് ട്രാൻസ്മിഷൻ തുടങ്ങിക്കോളൂ യെസ് ഡോക്ടർ One, two, three, four. 4 bullets. A deep wound pierced at diaphragm. ഓപ്പറേഷൻ കഴിയുന്നവരെങ്കിലും ജീവിച്ചിരിക്കുമെന്ന സംശയം Anyway, we can try. Prakash, get ready soon. Yes. ഞാൻ വന്നു കഴിഞ്ഞു. ഡോക്ടർ സാവിത്രി അതെ. ഞാൻ ഇവിടുത്തെ കമ്മീഷൻ ഉണ്ണിത്താൻ. ഹലോ. ഹലോ. ഞങ്ങൾക്ക് പറ്റിയൊരു കൈവത്തമാണ്. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക. യൂണിവേഴ്സ് ഒക്കെ പറഞ്ഞു ഒരു രക്ഷയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾ. ഞങ്ങൾ കൊന്നുകളഞ്ഞാണെന്ന് പത്രക്കാരെഴുതും. നോ ഹോപ്പ് എന്നും പറയില്ല. ബട്ട് ഹീ സിംഗിങ്. രക്ഷപ്പെടാൻ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. ഡോക്ടർ ജസ്റ്റ് എ മിനിറ്റ്. എല്ലാവരോടും ഒന്ന് ശ്രമിക്കണം. കഷ്ടകാലം നോക്കണേ. സീനിയർ സർജൻസിനൊക്കെ ലീവ് എടുക്കാൻ കണ്ട ഒരു സമയം. അത് നിങ്ങളുടെ പേഷ്യന്റെ ഭാഗ്യം. ഡോക്ടർ സാവിത്രി കൈതൊട്ടൊന്നും പാഴായി പോയിട്ടില്ല ഇതുവരെ.
വാട്ട് ഹാപ്പൻ? വാട്ട് ഹാപ്പൻ ഡോക്ടർ? എന്തുണ്ടായി? ഡോക്ടർ, എനിക്ക് സാധ്യമല്ല. വേറെ ആരെങ്കിലും നോക്കൂ. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യില്ല. ഡോക്ടർ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പേഷ്യന്റ് അരവിന്ദനാണെന്ന് നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? പേഷ്യന്റ് ആരാണെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. നിങ്ങളത് എന്നോട് മറച്ചു വെച്ചതാണ്. ഓപ്പറേഷൻ ടേബിളിലെങ്കിലും ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? അയാൾ കൊന്നത് എന്റെ അച്ഛനെയാണ്. 5 വർഷം മുൻപൊരു രാത്രിയിൽ എന്റെ കൺമുമ്പിൽ വെച്ച് ഇവന്റെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഡോക്ടർ, പൾസ് വീണ്ടും ലോ ആയി. ഇറഗുലർ. ഡോക്ടർ, മരിക്കാൻ തുടങ്ങുന്ന ഒരു പേഷ്യന്റിനോട് അയാൾ ആരുമായിക്കൊള്ളട്ടെ ഒരു ഡോക്ടർ ഇങ്ങനൊന്നും പെരുമാറരുത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് അരവിന്ദൻ ചെയ്ത അതേ തെറ്റാണ് ഇന്ന് നിങ്ങളും ചെയ്യാൻ പോകുന്നത്. കൊലപാതകം. നിങ്ങൾ ഉപേക്ഷിച്ചു പോയാൽ അയാൾ മരിക്കും. മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് സാധ്യമല്ല. പ്രകാശ്, യു കാരി ഓൺ. ഞാൻ ഇന്ന് ലീവിലാണ്. ഡോക്ടർ, ജസ്റ്റ് എ മിനിറ്റ്. നാളെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ പെരുമാറട്ടെ ഡോക്ടർ? എത്തിക്സിനെ കുറിച്ച് ഡോക്ടർ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനല്ലെന്ന് തോന്നുന്നു. അരവിന്ദന്റെ കാര്യത്തിൽ പ്രകാശൻ എന്താ എത്ര ഇൻട്രസ്റ്റ്? അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമല്ലത്. പറഞ്ഞ ചിലപ്പോൾ ഡോക്ടറിന് മനസ്സിലായില്ലെന്ന് വരും. എന്റെ കൂടെ വരും. അങ്ങോട്ട് നോക്കൂ. ഡോക്ടർക്ക് അയാൾ വില്ലനായിരിക്കും, പക്ഷെ അവർക്ക് അയാൾ കാണപ്പെട്ട ദൈവമാണ്. അരവിന്ദൻ ഇവിടെ വെച്ച് മരിച്ചാൽ അവർ ഈ ഹോസ്പിറ്റലിൽ തീ വെക്കും. അവരുടെ ശാപം ഡോക്ടർക്ക് എന്നും ഉണ്ടാവും. അവരുടെ മാത്രമല്ല, അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ശാപം. ഡോക്ടർ, പ്ലീസ്.
ഡോക്ടർ വേണ്ട സാർ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തായി ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ ബോധം വീണാൽ ആശയ്ക്ക് വകയുണ്ട്. അതും വെറും ഹോപ്പ്. 4 ബുള്ളറ്റ്സ് റിമൂവ് ചെയ്തു. നെഞ്ചിലൊരു ഡീപ്പ് ഇഞ്ചുറി. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടോ സംശയം. എല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. ഡോക്ടർ, അരവിന്ദേട്ടന് പേഷ്യന്റ് ബോധം തെളിഞ്ഞു. ഇംപ്രൂവ് ഡോക്ടർ. ഇഞ്ചക്ഷൻ എടുക്കൂ. കൊച്ചമ്മേ, മണി 6 ആ, റീസ ഇവിടെ തന്നെ കാണണം. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ബോധം തെളിഞ്ഞു അല്ലേ? ഡോക്ടർ പ്രകാശ് ഫോൺ ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്.